ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചതായ ആമേഹല്ലേ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവെ ശരണപ്പെടുകയാണ്. അനുഗ്രഹീതരായ ദൈവദാസൻ പുറകിലുണ്ട് സൂക്ഷിപ്പാൻ. ആമേ ശക്തമേറിയ ദൂത് നമുക്ക് കേൾക്കാനുണ്ട്. എങ്കിലും ദൈവം ഏൽപ്പിച്ച ആമേ ആ സമയത്ത് ആമേ ചില ചിന്തകൾ മാത്രം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ശരണപ്പെടുകയാണ്. ദൈവമക്കളെ, ഇത് പങ്കുവെക്കലിൻ്റെ മാസമാണല്ലോ. ആമേ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വചനവും സമയവും കൂട്ടായ്മയും ഒക്കെ പങ്കുവെക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേ അതിനോട് ബന്ധപ്പെട്ട് ആമേ ഒരു ദൂതോട് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സന്തോഷത്തോടെ സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവജനമേ, ഇത് പങ്കുവെക്കലിൻ്റെ മാസമായതുകൊണ്ട് ഞാനിതിനെ എങ്ങനെ പറയും? സന്തോഷത്തോടെ പങ്കുവെക്കുന്നവനെ ദൈവം അറിയും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളും ദൈവവചന ദൂതുകളും ദൈവാത്മാവ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. എന്നും വൈകിട്ട് 7 മണിക്കുള്ള ജീവിതം പങ്കുവെച്ച മിഷണറിമാർ എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നമുക്കെല്ലാം ഭയങ്കര പ്രചോദനം ഉണ്ടാകുവാൻ, ഭയങ്കര ഉദ്ധാരണം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കേൾപ്പിക്കുന്ന നല്ല സാക്ഷ്യങ്ങളിൽ കൂടെ നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അനവധി ദൂതുകൾ ദൈവദാസന്മാരിൽ കൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, സന്തോഷത്തോടെ പങ്കുവെക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കുവെക്കൽ സന്തോഷത്തോടെയാണെങ്കിൽ, മനസ്സോടെയാണെങ്കിൽ, നിർബന്ധത്താൽ അരുത്, സങ്കടത്താൽ അരുത്. സന്തോഷത്തോടെ പങ്കുവെക്കുന്നവരെ അനുഗ്രഹിക്കുന്നവർ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. എനിക്കറിയാം, ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും പങ്കുവെക്കുന്നവർ തന്നെയാണ്. നമ്മുടെ പവർ വിഷൻ TV പങ്കുവെക്കൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പങ്കുവെക്കലാണ് നമ്മൾ ഇതുവരെ നടത്തുവാനിടയായി തീർന്നത്. ഉറപ്പായിട്ട് എനിക്കറിയാം, ഈ ദൂത് ഹല്ലേലൂയ നമ്മളോട് തന്നെയാണ്. പങ്കുവെക്കുന്നവരെ ദൈവം അറിയുന്ന ദൈവമാണ്. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിലപ്പെട്ട സമയം ദൈവസന്നിധിയിൽ പങ്കുവെക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനം പങ്കുവെക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകരോട് പങ്കുവെച്ച് അനേകരോട് പറയുക, ഇതുപോലെ പവർ വിഷൻ TVയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞ് അവരെ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പങ്കുവെക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സമയം ഒത്തിരി തിരക്കുകളുടെ നടുവിലും കർത്തൻ്റെ പാദപീഠ ചാണിരിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാൻ, ദൈവത്തിൻ്റെ കൃപയിൽ നിറയപ്പെടുവാൻ നമ്മൾ ഒരുക്കുന്ന നല്ല സമയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർച്ചയായിട്ടും സമയം പങ്കുവെച്ചവരെ ദൈവം അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമോ. ഹല്ലേലൂയ. പ്രാർത്ഥന പങ്കുവെക്കുകയാണ്. നമ്മളിനി അങ്ങോട്ട് പ്രാർത്ഥനയൊക്കെ നടത്താൻ പോവുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കുവെക്കൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പങ്കുവെക്കുക, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹപ്രദമായി മാറും. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ദൂതുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതാണ്. നമ്മുടെ കൂട്ടായ്മ പങ്കുവെക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്നതായ കൂട്ടായ്മ ദൈവത്തിന് വേണ്ടി പങ്കുവെക്കണം. എന്തിന്? ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നവരായി മാറണം. പ്രൈസോ, ഈ നല്ല പകലിൽ എനിക്കും ദൈവജനത്തോട് പറയുവാൻ അതേ ദൂതേ ഉള്ളൂ, പങ്കുവെക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ബൈബിളിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, ഒത്തിരി വ്യക്തികളെ കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിലും ദൈവം എനിക്ക് തന്ന ഒരാളെ കുറിച്ച് ഒന്ന് ചുരുക്കമായി പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നു അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനദൂത. ഹല്ലേലൂയ. മറിയ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരി പരീശന്റെ വീട്ടിൽ യേശു വന്നെന്നറിഞ്ഞുകൊണ്ട് പരീശൻ യേശുവിനെ പന്തിക്ക് ഇരുക്കാൻ വിളിച്ചതാ, സദ്യ കഴിക്കാൻ വിളിച്ചതാ, ആഹാരം കൊടുക്കാൻ വിളിച്ചതാ. പരീശന്റെ വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഈ സ്ത്രീയെ പാപിയായ സ്ത്രീയ, വലിയ മാർക്കിടാത്ത സ്ത്രീയ, എല്ലാവരും മാനിക്കപ്പെടാത്തൊരു സ്ത്രീയ. യേശു അവിടെ വന്നെന്നറിഞ്ഞപ്പോൾ ഒരു വെൺകൽ ഭരണി തൈലവുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വരിക. ദൈവപൈതലെ, അറിഞ്ഞ് വരുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്.
ആമേൻ ദൈവസന്നിധിയിൽ ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ മനസ്സോടെ വന്നിരിക്കുമ്പോഴാണ് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. നിർബന്ധിച്ച് വന്നിരുന്നാൽ ഒരു മറുപടി ഉണ്ടാകത്തില്ല. പ്രേരണ കൊണ്ട് വന്നിരുന്നാൽ വേണ്ട മറുപടി ഉണ്ടാകണമെന്നില്ല. എന്നാൽ മനസ്സോടെ ദൈവപാദപടെ വന്നിരുന്നാൽ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹപ്രദമായി മാറും. ഇവിടെ മറിയ, ഹല്ലേലൂയ, ഇതിനു മുമ്പ് നമുക്കറിയാം മറിയ മാർത്ത യേശുവിനെ വീട്ടിൽ ക്ഷണിച്ചപ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തവളാ. അവൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടു. സമയം പങ്കുവെച്ച സ്ത്രീയ. തൻ്റെ വിലപ്പെട്ട സമയം തൻ്റെ ജീവിതം ദൈവപാദപടെ സമർപ്പിച്ചു. അപ്പോൾ ഹല്ലേലൂയ, ദൈവവചനം കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു നല്ല അംശം അവൾ തിരഞ്ഞെടുത്തു. ഇന്ന് പകൽ പങ്കുവെക്കുന്നവരെ ദൈവം അറിയും കേട്ടോ. ഏത് നിലവാരത്തിൽ പങ്കുവെച്ചാലും, സമയം പങ്കുവെച്ചാലും, വചനം പങ്കുവെച്ചാലും ദൈവം അറിയുന്ന ദൈവമാണ്. ഇവിടെ ഈ മറിയ ഹല്ലേലൂയ യേശു പരീക്ഷൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഭരണിയിൽ തൈലവുമായിട്ട് വന്ന് യേശുവിൻ്റെ പുറകിൽ വന്ന് നിൽക്കുക. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം. യേശുവിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് കാല് കണ്ണുനീര് കൊണ്ട് കഴുകാൻ തുടങ്ങി. ഞാൻ പറയാം, അവിടെ ജീവിതം ദൈവസന്നിധി പങ്കുവെച്ചു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവസന്നിധി പങ്കുവെക്കുവാനിടെ അതാ കണ്ണുനീര് കൊണ്ട് അത് കാല് കഴുകി. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതം എത്ര ഭാരമുള്ള വിഷയം കിടന്നാലും ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നിട്ടില്ലെങ്കിൽ നിന്റെ ഏത് ഭാരമുള്ള വിഷയത്തെയും ഏത് പ്രയാസമുള്ള വിഷയത്തെയും യേശുവിൻ്റെ പാതവിടെ പങ്കുവെച്ചേ. ദൈവം വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ദൈവം നടത്താൻ ശക്തനായ ദൈവമാണ്. ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് കാല് കഴിയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ സകല പാപ പ്രവർത്തികളും അവൻ്റെ പാതവിടെ പങ്കുവെക്കുവാനിടയായി. ഞാൻ ഇന്ന് പകൽ ആ വചനത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു വന്നിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. ഈ നല്ല പകലിൽ ദൈവപാതയുടെ ദൈവമക്കളെ ഒന്ന് ദൈവസേനയിൽ പങ്കുവെക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ കുറവില്ലാത്ത ആരാ ഉള്ള? എല്ലാവരും കുറവുള്ളവരാ. ഒന്ന് പങ്കുവെച്ചേ ദൈവസന്നിധി, ഹൃദയം ഒന്ന് പങ്കുവെച്ചേ ദൈവസന്നിധി, ഒന്ന് ഇറക്കി വെച്ചേ ദൈവസന്നിധിയിൽ. ഏത് ഭാരമുള്ള വിഷയത്തിന് മറുപടി പറയാൻ ദൈവശക്തനായ ദൈവമാണ്. പക്ഷെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അത് മൂടി വെച്ചിട്ട് ഹല്ലേലൂയ ദൈവസന്നിധി ഇരിക്കരുത്. ആദ്യം ഹൃദയം ദൈവസന്നിധി പങ്കുവെക്കണം. നമ്മുടെ എല്ലാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറാകണം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇവിടെ മറിയ ഹൃദയം പങ്കുവെച്ചു, തൻ്റെ വിഷയങ്ങളെല്ലാം ദൈവപാതയോടെ ഏൽപ്പിച്ചു. തലമുടി കൊണ്ട് കാല് തുടച്ചു, തൻ്റെ പദവി ദൈവസന്നിധിയിൽ പങ്കുവെച്ചു. ഹല്ലേലൂയ. തീർന്നില്ല. കാലിൽ തൈലം പൂശി, വിലയേറിയ തൈലം, സ്വച്ഛമാംസി തൈലം, തൻ്റെ സമ്പത്തു ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാനിടയായി. തനിക്കുണ്ടായിരിക്കുന്ന തൻ്റെ നിക്ഷേപത്തിനകത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യമുള്ള സംഭവം ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാനിടയായി. അയ്യോ, അത് കാലിലാണ് ഒഴിക്കുന്നത്, വെറുതെ നിലത്തു വീണു പോകും എന്നൊന്നും മറിയ ചിന്തിച്ചില്ല. മറിയ യേശുവിൻ്റെ കാലിലോട്ട് തൈലം പൂശാനിടയായി. ഞാൻ ഇന്ന് പകലിൽ ദൈവജനത്തോട് ചോദിക്കട്ടെ, നമ്മുടെ പങ്കുവെക്കൽ ദൈവസന്നിധിയിലാണോ? സന്തോഷത്തോടാണോ ചെയ്യുന്നത്? ആണെങ്കിൽ ഈ പകൽ അനുഗ്രഹത്തിൻ്റെ പകലാണെന്ന് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ചു പറയാം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കൂട്ടായ്മകളും പവർ വിഷൻ ടിവിയോട് കാണിക്കുന്ന കൂട്ടായ്മകൾ തീർച്ചയായിട്ടും പവർ വിഷൻ ടിവിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ലോക സുവിശേഷീകരണമാണ്. ഈ ശുശ്രൂഷ കൊണ്ട് ഈ ടി വി ചാനൽ കൊണ്ട് ഈ മാധ്യമം കൊണ്ട് അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടു, അനേക വ്യക്തികൾ വിടുവിക്കപ്പെട്ടു, അനേകർ പാപത്തിൽ നിന്ന് മോചിതരായി, അനേകരുടെ മദ്യപാനങ്ങൾ മാറി, അനേക കുടുംബങ്ങളിൽ സമാധാനം വെളിപ്പെട്ടു. എങ്ങനെ സത്യ സുവിശേഷം ഈ ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെടുമ്പോൾ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. ദൈവമേ, നമുക്ക് എല്ലായിടത്തും ചെന്നെത്തിപ്പറ്റാൻ പാടാ, എല്ലായിടത്തും ചെന്നെത്തി നമ്മളാൽ എന്തെങ്കിലും ചെയ്യാൻ പാടാ. എന്നാൽ ദൈവം ഒരുക്കിയ ഈ നല്ല മാധ്യമത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നോക്കിയേ. ഇവിടെ പരീക്ഷനാ യേശുവിനെ വിളിച്ചത് പന്തിക്കിരിക്കാൻ. പരീക്ഷൻ ചെയ്യാത്ത കാര്യമാണ് മറിയ ചെയ്യുന്നത്. സാധ്യതയുള്ള പലരും ചെയ്യാതിരിക്കുമ്പോൾ, സാധ്യതയുള്ള പലരും അതിനുവേണ്ടി കൈ കൊടുക്കാതിരിക്കുമ്പോൾ ഞാൻ ഇന്ന് പകൽ ഉറപ്പോടെ പറയുകയാണ്, നിന്റെ ഇല്ലായ്മയ്ക്കകത്തുനിന്ന് ദൈവത്തോട് കാണിച്ച കൂട്ടായ്മ എൻ്റെ കർത്താവ് കാണുന്നവനായ ദൈവമാണ്. സാധ്യതയുള്ള ഒത്തിരി പരീക്ഷന്മാരുണ്ട്, പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മറിയ ചെയ്തത് യേശുവിൻ്റെ സംസ്കാരത്തിന് മുൻകൂട്ടായി അവൻ്റെ കാലിൽ തൈലം പൂശുവാനിടയായി. ഇന്ന് പകൽ സ്വർഗം അറിയും കേട്ടോ, ദൈവം അറിയും അത്. ഹല്ലേലൂയ. നമ്മൾ ഞാൻ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട് ചോദിക്കട്ടെ, രഹസ്യമായി ആരും അറിയാതെ ഹല്ലേലൂയ, ചില പരീക്ഷന്മാരറിയാതെ നിങ്ങൾ ചെയ്ത കൂട്ടായ്മയുണ്ടല്ലോ,
ഹല്ലേലൂയ സ്തോത്രം. ആരും അറിഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. ഒന്നീ പോസ്റ്റ് ഓഫീസ് അറിഞ്ഞ്, അല്ലെങ്കിൽ ബാങ്ക് അറിഞ്ഞത്, വേറെ ആരും അറിഞ്ഞില്ല, കുടുംബം അറിഞ്ഞില്ല, കൂട്ടുകാർ അറിഞ്ഞില്ല. പക്ഷേ അറിഞ്ഞൊരു ദൈവം ഇന്ന് പകൽക്കാലം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ രഹസ്യമായി ചെയ്തതാ, ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്തതാ, അത് കണ്ട ഒരു ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം അനുഗ്രഹിപ്പാൻ ശക്തനാണെന്ന് ഞാൻ സുവിശേഷ നിലവാരത്തിൽ, കർത്താവിൻ്റെ ദാസ നിലവാരത്തിൽ ഈ വചനം പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, ഇതിൻ്റെ അനുഗ്രഹം ദൈവം തരാതെ വിടത്തില്ല. ദൈവജനമേ, ഇവിടെ മറിയ ദൈവസന്നിധിയിൽ തൈലം പൂശി സമർപ്പിക്കുവാനിടയായി. മറിയെക്കുറിച്ച് അവിടെ പരീക്ഷം പറയുന്നുണ്ട്. അവൻ പ്രവാചകനാണ്, അവൾ ആരാന്ന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളോട് പറയുന്നുണ്ട്, ഞാനിലേക്ക് പോകുന്നില്ല. സ്തോത്രം. അവൾ ആരാന്ന് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. അവൾ പാപിയാന്ന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഹല്ലേലൂയ പറയുക, നീ എനിക്ക് തരാത്ത പലതും, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, എനിക്ക് ചുംബനം തന്നില്ല, പക്ഷെ ഞാൻ അകത്ത് വന്നപ്പം മുതൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാത്. ഈ സ്ത്രീയെ യേശു വന്നപ്പോൾ അവിടെ ഇല്ല. യേശു അവിടെ വന്നത് അറിഞ്ഞുകൊണ്ട് വന്നതാ. പക്ഷെ അവിടെ വചനം പറയുക, ഞാൻ അകത്തു വന്നപ്പം മുതൽ ഇവളെൻ്റെ കാലിൽ ഇടപെടാതെ ചുംബിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥം അതിൻ്റെ മുകളിൽ വാക്യം വായിക്കുമ്പോൾ ഒരു വട്ടം ചുംബിച്ചെന്നേ ഉള്ളൂ. പക്ഷെ യേശു പറയുക ഇടപെടാതെ ചുംബിച്ചെന്ന്. കണ്ടോ? ആരും അറിയാതെ രഹസ്യമായി നീ വീട്ടിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ അകത്തെ ചിന്ത, അകത്തെ ആഗ്രഹം ദൈവം കണ്ടു. കർത്താവ് അത് പരസ്യമായി പറയുക, ഇടപെടാതെ എൻ്റെ കാലിനുള്ള ചുംബനം തന്നു, നീ തരാത്ത പലതും അവൾ തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പാവങ്ങൾ മോചിക്കപ്പെട്ടു. അവൾ സമാധാനത്തോടെ പോകാൻ പോവുക. സമാധാനം കെട്ടാണോ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? സമാധാനം ഇല്ലാത്തവരായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇന്ന് പകൽ പങ്കുവെക്കാൻ തയ്യാറായാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാ, ദൈവം നമ്മെ മാനിപ്പാൻ ശക്തനാ. ഇവിടെ മറിയ ദൈവസന്നിധി സമയം പങ്കുവെച്ചു, ഹൃദയം പങ്കുവെച്ചു, തൻ്റെ നന്മ പങ്കുവെച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം പിന്നത്തേതിൽ ഞാൻ നീട്ടി പറയാതെ അങ്ങ് പോവുക. ഹല്ലേലൂയ. പിന്നത്തേതിൽ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്, ഹല്ലേലൂയ, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിൽ ലാസർ ദീനമായി കിടന്നു. 2-ാമത്തെ വാക്യം, ഈ മറിയയായിരുന്നു സ്തോത്രം കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം ഒന്ന് വാക്കിയത്. ഹല്ലേലൂയ. അവിടെ കർത്താവ് എടുത്തു പറയിപ്പിക്കുക, അവളുടെ സഹോദരനായിരുന്നു ദീനമായി കിടക്കുന്നത്. ഇന്ന് പകൽ ദൈവപാത ഇവിടെ സമർപ്പിച്ച ദൈവ പൈതലേ, നിന്റെ കുടുംബത്തെ വരെ അറിയുന്ന ഒരു കർത്താവ്, നിന്റെ കുടുംബത്തിൻ്റെ ആവശ്യകതകളെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തുണ്ട്, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തുണ്ട്. നിങ്ങൾ രഹസ്യമായി ചെയ്തതായിരിക്കാം, ആരും അറിയാതെ ചെയ്തതായിരിക്കാം, ഒത്തിരി നിന്ന സഹിച്ച് ചെയ്തതായിരിക്കാം, ഒത്തിരി പഴിയേറ്റ് ചെയ്തതായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, അത് കുടുംബത്തിനോട് അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ഹല്ലേലൂയ വലിയ കാര്യമാണ്. എൻ്റെ സഹോദരൻ ദീനമായി കിടന്നത് എൻ്റെ കെയറോപ്പിൽ അനുഗ്രഹമായി മാറാനിടയായി. ആരുടെയൊക്കെയോ മുഷിച്ചിലേറ്റ്, ആരുടെയൊക്കെയോ നിന്നയേറ്റ് നീ ചെയ്ത കൂട്ടായ്മ സ്വർഗം കണ്ടിട്ട് നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ ഇന്ന് പകൽ കരയുന്ന ഒത്തിരി അപ്പനമ്മമാരില്ലേ? വാർദ്ധക്യ സഹജമായി ക്ഷീണത്തിൽ ഭവനത്തിൽ വിശ്രമിക്കുന്ന ഒത്തിരി അപ്പച്ചമ്മച്ചിമാരില്ലേ? ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നിങ്ങളുടെ വിലപ്പെട്ട സമയം പങ്കുവെക്കുന്നത്, നിങ്ങളുടെ നന്മ പങ്കുവെക്കുന്നത് എൻ്റെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. അത് കുടുംബത്തിന് അനുഗ്രഹമാക്കാൻ ദൈവ ശക്തന. ഈ ഭാഗം യോഹന്നാൻ 11-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് പറയും, ഈ മറിയയുടെ സഹോദരൻ അധീനമായി കിടന്നത്. യേശു കർത്താവ് പിന്നെ ബഥാനിയയിലേക്ക് പോകുമ്പോൾ അതിരിങ്ക ചെന്ന് നിൽക്കുക. യേശു വന്ന വാർത്ത കേട്ടോണ്ട് മാർത്ത ഓടി വന്നു. പക്ഷെ യേശു അതിരിങ്ക തന്നെ നിപ്പുണ്ട്, യേശു പോയില്ല. മാർത്ത എന്ന് പറഞ്ഞു, മറിയെ നിന്നെ ഗുരു വിളിക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മറിയ ഓടി വന്നപ്പോഴാ യേശു ചലിച്ചത്. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ദൈവസന്നിധി പങ്കുവെച്ചവരെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. മറിയ കരയുന്ന കണ്ടപ്പോൾ യേശു കൂടെ കരഞ്ഞു. മറിയയുടെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞു, ഭാരപ്പെടണ്ട, ഇന്ന് പകൽ വിടുതലുണ്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം എൻ്റെ ജനത്തോട്, പ്രിയ പ്രേക്ഷകരോട്, ദൈവസന്നിധി പങ്കുവെക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പങ്കുവെച്ചത് ആരും കണ്ടു കാണത്തില്ല, ആരും അറിഞ്ഞു കാണത്തില്ല, രഹസ്യമായിട്ടായിരിക്കാം ചെയ്തത്. പക്ഷേ പരസ്യമായി മാനിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്.
ബഥാനിയയിൽ പരസ്യമായ ഒരു മാന്യത ദൈവം അയച്ചു. ആമേ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ഹല്ലേലൂയ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞെടുത്ത് നാറ്റം വെച്ച അനുഭവത്തെ മാറ്റി ആമേ ദൈവത്തിൻ്റെ പ്രവൃത്തി ബഥാനിയയിൽ വെളിപ്പെടുത്തി. ആമേ മറിയയുടെ കണ്ണുനീര്, മാർത്തയുടെ കണ്ണുനീര് കണ്ട ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയുകയാണ്, എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര വലിയ നാറ്റമുള്ള വിഷയമായിക്കൊള്ളട്ടെ, ആമേ പങ്കുവച്ചവരാണോ, ആമേ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചവരാണോ, എൻ്റെ കർത്താവ് മാനിക്കുന്നവനായ ദൈവമാണ്. വിശ്വാസത്തോടെ ഈ വചനദൂത് ഏറ്റെടുത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കാമോ? കർത്താവേ, ഞാൻ പങ്കുവച്ചത് എൻ്റെ ദൈവം കണ്ടതിനാൽ സ്തോത്രം, അതെൻ്റെ കുടുംബത്തിന് വിടുതലായതിനാൽ സ്തോത്രം, എൻ്റെ സഹോദരങ്ങൾക്ക് അത് അനുഗ്രഹമായതിനാൽ സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും, സന്തോഷത്തോടെ പങ്കുവെക്കുന്നവനെ ദൈവം അറിയുന്നു. ഇന്ന് പകൽ നമുക്കും പങ്കുവെക്കാം. നമ്മളെയും കർത്താവ് അറിയട്ടെ, നമ്മുടെ കുടുംബത്തിൽ വിടുതലയക്കട്ടെ, ദൈവത്തിൻ്റെ മഹത്വം എടുക്കട്ടെ. ദൈവസന്നദ്ധിയിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവെ, പങ്കുവെച്ച അറിഞ്ഞ കർത്താവ്, ആമേ, ഈ പ്രിയപ്പെട്ടവരെ അറിഞ്ഞതിനാൽ സ്തോത്രം, അവരുടെ കുടുംബത്തിൽ വിടുതലയച്ചതിനാൽ സ്തോത്രം, ദൈവപോത്തി അയച്ചതിനാൽ സ്തോത്രം. സകല മഹത്വം ദൈവത്തിന് അർപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.